സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഒരു ജാപ്പനീസ് കമ്പനിയുടെ പ്രൊഡക്റ്റാണ്, കിഷു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ഫ്രീ വാട്ടർ ഫിൽട്ടർ. ഈ ടാപ്പ് വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇത് ഇറക്കിയിരിക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ജപ്പാനിലെ ഫേമസ് കമ്പനിയാണ് ഇത്. ആക്ടിവേറ്റഡ് ചാർക്കോൾ. പിന്നെ എന്താണ്, ഇവിടെ ഡയറക്ഷനൊക്കെ എഴുതിയിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ഇട്ട് വെക്കുക. 4 മണിക്കൂറാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തേക്കും ഈ ക്ലോറിനും കെമിക്കൽസും എല്ലാം വലിച്ചെടുക്കുമെന്നാണ് പറയണത്. അപ്പോൾ ഇത് 4 മാസത്തേക്ക് ഉപയോഗിക്കാം എന്നും പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴത്തേക്കും ഈ ചാർക്കോൾ കഷ്ണം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കഴുകണതിന് തുല്യമായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത് ആക്ടിവേറ്റഡ് ചാർക്കോൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മരക്കരിയാണ്, പക്ഷെ മരക്കരിയല്ല. ആക്ടിവേറ്റഡ് ചാർക്കോളിന് വേറെ പ്രോസസ്സ് ഉണ്ട്, അത് ഞാൻ പറയാം. തൽക്കാലം ഇവരുടെ ബ്രോഷറൊന്നും ഞാൻ വായിക്കാം. ഇത് ബ്രോഷറിൽ the bonds with toxins makes your tap water taste delicious. പിന്നെന്താണ് ഇവർ പറയണത്? അതെ, ബോൺസ് വിത്ത് ഇമ്പ്യൂരിറ്റീസ് ഇൻക്ലൂഡിങ് 4 കെമിക്കൽസ്, PFAS, ലെഡ്, മെർക്കുറി, കോപ്പർ, കാഡ്മിയം, ക്ലോറിൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുമെന്നാണ് പറയണത്. അപ്പോൾ റെഗുലർ സിറ്റ് ഫോർ 4 hours. ഇതാണ് എത്ര മണിക്കൂർ ഡ്യൂറേഷൻ്റെ പറയുന്നുണ്ട്. പിന്നെ ഈ കമ്പനിയുടെ ഒറിജിൻസ്, ദ നാച്ചുറൽ ഓർ ട്രീ ബ്രാഞ്ചസ് സസ്റ്റൈനബിളി ഹാർവെസ്റ്റഡ് ബൈ ജാപ്പനീസ് ആർട്ടിസൻസ് യൂസിങ് ഏൻഷ്യൻ ടെക്നിക്സ്. എൻ്റെ ഇവരുടെ വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട് kishucharcoal.com ഫോർ മോർ ഇൻഫർമേഷൻ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ 4 കെമിക്കൽസ്, ലെഡ്, മെർക്കുറി, കോപ്പർ, കാഡ്മിയം, ക്ലോറിൻ, ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇത് പല സൈസിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ സെക്കൻഡറി യൂസ്, എക്സലൻറ്റ് ഡിയോഡറൈസർ ഇൻ ദ റെഫ്രിജറേറ്റർ. പിന്നെ എനിവേർ ഓർഡർ ലിങ്കർ, പിന്നെ ഐസ് മെഷീൻ ഡിസ്പെൻസർ. അവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് ശരിക്കറിയില്ല. പിന്നെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പീസാക്കി കൃഷിക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് സെക്കൻഡറി യൂസ്. ഇത് ഞാൻ ആക്ടിവേറ്റഡ് ചാർക്കോളിനെ പറ്റി പറയാം. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ നിങ്ങൾ വിചാരിക്കും മരക്കരിയാന്ന് വിചാരിക്കും, പക്ഷേ ഇത് മരക്കരിയല്ല. അപ്പോൾ ഇതിൽ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഈ മരക്കരി എടുത്തിട്ട്, ഇതിപ്പോൾ ഓക്ട്രിയുടെ കരിയാണ്, ഇപ്പോൾ ചട്ടക്കരിയൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ മരക്കരി എടുത്തിട്ട് പിന്നെ ഒരു ആക്ടിവേഷൻ പ്രൊസീജിയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ബൈ സൂപ്പർ ഹീറ്റിംഗ് നാച്ചുറൽ കാർബൺ സോഴ്സസ് എന്ന് പറഞ്ഞാൽ 800 ഡിഗ്രി ടു 1200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഈ കരി ചൂടാക്കിയിട്ട് പിന്നെ ഒരു ആക്ടിവേഷൻ പ്രോസസ്സ് ഉണ്ട്. ആക്ടിവേഷൻ പ്രോസസ്സിൽ സ്റ്റീമും അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സാധാരണ ഉപയോഗിക്കാറ് ഒരു ആംബിയൻറ്റ് കണ്ടീഷൻസിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോസസ്സൊക്കെ നെറ്റിലുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ ആ ആക്ടിവേഷൻ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു മില്യൺസ് ഓഫ് ടൈനി മൈക്രോസ്കോപ്പിക് പോർസ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന പറയണം. അപ്പോൾ അതാണ് ആക്ടിവേഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതിനൊരു മോളിക്കുലർ മാഗ്നറ്റായിട്ട് കരുതാം. അപ്പോൾ ഇത് സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് കെമിക്കൽസും ടോക്സിൻസും എല്ലാം അബ്സോർബ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അപ്പോൾ അഡ്സോർപ്ഷൻ ഈസ് വെൻ മോളിക്യൂൾ സ്റ്റിക്ക് ടു ദ സർഫസ് ഓഫ് സംതിങ്. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് ചാർക്കോളിനെ പറ്റി പറയണമെങ്കിൽ ഇതിൽ കണ്ടമാനം പോർസ് ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയൊരു ടീസ്പൂൺ പൊടിച്ചിട്ട് 1 ടീസ്പൂൺ എടുക്കണമെങ്കിൽ തന്നെ ആ പോർസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫുട്ബോൾ ഫീൽഡിൻ്റെ സർഫസ് ഏരിയയുടെ അത്ര തന്നെയൊക്കെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത.
പിന്നെ പിന്നെ വേറെ യൂസുകളൊക്കെ ഉണ്ട്. ഇത് മെഡിക്കൽ എമർജൻസിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ എമർജൻസി ഇപ്പം നമ്മൾ ഈ പോയിസൺ അല്ലെങ്കിൽ ഓവർഡോസ് എന്തെങ്കിലുമൊക്കെ വിഷാംശമുള്ള സാധനങ്ങളൊക്കെ ശരീരത്തിൽ പോയാൽ ഇത് കൊടുക്കാറുണ്ട്, ഈ ആക്ടിവേറ്റഡ് കാർബൺ. പിന്നെ ഫിൽട്രേഷൻ, വാട്ടർ പ്യൂരിഫയർ, എയർ പ്യൂരിഫയർ, പിന്നെ വോൾട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അബ്സോർബ് ചെയ്യുമെന്ന് പറയണം. പിന്നെ ഈ ഗ്യാസ് ആൻഡ് ബ്ലോട്ടിങ് ഉള്ള ആളുകൾ ഇതിൻ്റെ ക്യാപ്സൂൾ ഫോം കിട്ടും മെഡിക്കൽ യൂസ് ചെയ്തതിന്, അത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇറ്റ് ക്യാൻ ട്രാപ്പ് ഗ്യാസ് കോസിങ് ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് ഇൻ ദ ഗട്ട്, അത് പറയാനുണ്ട്. പിന്നെ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫേസ് മാസ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെഡിക്കൽ യൂസേജ്. പിന്നെ കുറച്ച് സേഫ്റ്റി വാർണിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻ കഴിക്കണമെങ്കിൽ അതായിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാഡ് ടോക്സിൻസ് മാത്രമല്ല, ചിലപ്പോൾ ന്യൂട്രിയൻ്റ് ഒബ്സർവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി പറയുന്നുണ്ട്. പിന്നെ കോമൺ സൈഡ് എഫക്റ്റ് കണ്ടേക്കുന്നത് ഓറലി ടേക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്റ്റൂൾസ് ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ട്, ചിലവരിൽ കാണപ്പെടാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് ഒരു സൈഡ് എഫക്റ്റ് പറയുന്നത്. പിന്നെ നമ്മുടെ അടുപ്പില കരിയും ഇതും വ്യത്യാസമുണ്ട്. അടുപ്പില കരി എടുത്തിട്ട് ആക്ടിവേഷൻ ചെയ്യാതെ ആക്ടിവേറ്റ് ചേർക്കാവുള്ളൂ. അപ്പോൾ അത് സാധാ കരി പ്യൂരിഫിക്കേഷന് പറ്റിയതല്ല. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് വെള്ളത്തിൽ ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ, കിഷു എന്ന് പറഞ്ഞ കമ്പനിയുടെ. ഇപ്പം നമ്മളിത് ഇനി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് വെള്ളം കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണ്. ഇങ്ങനെ ഇട്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് നമുക്ക് 4 മണിക്കൂർ നോക്കാം. നമുക്കിങ്ങനെ കൊമള ഇങ്ങനെ ചെറുതായിട്ട് വരണ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാലാവധി കഴിയാറായി എന്നാണ് എൻ്റെ അർത്ഥം എന്നാണ് കണ്ടത്. ഏതായാലും നമുക്ക് ഇനി 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ, ഈ കിഷു കമ്പനിയുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സാധാരണ ആൾക്കാർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് 1 മാസം കഴിഞ്ഞാലേ മാറ്റാറുള്ളൂ. ഒന്ന് 1 മാസം ഒരു 3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്യാറ്. എന്തായാലും നമുക്കൊന്ന് മാറ്റി, ഞാൻ ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഒന്ന് മാറ്റി നോക്കാം. അപ്പം നമുക്ക് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇട്ട വെള്ളം ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞല്ലോ, അപ്പോൾ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ അത് ബാക്കി ഒന്ന് കുടിച്ച് നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ച് നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതൊരു വാട്ടർ പ്യൂരിഫയറിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ അതേ ടേസ്റ്റ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ആക്ടിവേറ്റഡ് ചാർക്കോൾ റെപ്യൂട്ടഡ് ബ്രാൻഡ്സ് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നല്ലൊരു ബ്രാൻഡ് കണ്ടപ്പോൾ അത് ട്രൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ.